ഹലോ വെൽക്കം ബാക്ക് ടു റോഷ്നീസ് വ്ലോഗ്സ്. അപ്പം ഇന്ന് എന്ത് കറി വെക്കണമെന്ന് ഓർത്തിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓരോരോ സാധനങ്ങളായിട്ട് എടുത്ത് നോക്കിയപ്പം അധികമില്ല. എന്നാൽ പിന്നെ എല്ലാം കൂടെ കൂട്ടി ഒരു അവിയൽ പരുവത്തിൽ എൻ്റേതായ ശൈലിയിൽ ഒരു അവിയൽ ഉണ്ടാക്കിയാലോ എന്ന് ഞാനങ്ങ് വിചാരിച്ച് അവിയൽ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തേക്കാണ് കേട്ടോ. ഒരു പൊട്ടറ്റോ, ഒരു വാഴക്കായ, ഒരു ക്യാരറ്റ്, പിന്നെ ഒരു കത്രിക്ക, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചാണ് നമ്മളിന്ന് അവിയൽ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ അവിയൽ ചേർക്കാൻ പറ്റുന്നതാണോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അറിയാവുന്നത് വെച്ച് നമ്മളങ്ങോട്ട് സെറ്റ് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വളരെ നീളത്തിലാണ് അരിഞ്ഞ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതവിടെ മാറ്റി വെച്ചു. അതിനുശേഷം അരപ്പിന് വേണ്ടി ഞാൻ ചുമന്നുള്ളിയും കടുകും ജീരകവും പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചെടുത്തു. അതിനുശേഷം അതിലേക്ക് തേങ്ങ ചിരകിയത് ഒരു കപ്പ് തേങ്ങയും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ അതിലേക്ക് ആഡ് ചെയ്തു. എന്നിട്ട് ക്രഷ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പം എന്താ പറയുക, ഒരുപാട് അരഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിയലങ്ങ് കുഴഞ്ഞു പോകുമെന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് വലിയ കാര്യമായിട്ട് ഇതിനെപ്പറ്റി അറിയില്ല. ഇവിടെ അവിയൽ എനിക്ക് മാത്രമേ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ വല്ലപ്പോഴും ഇത് ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി ഇരിക്കുന്നത് കണ്ടപ്പോൾ എന്നാൽ പിന്നെ ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തേങ്ങയുടെ കൂട്ടൊക്കെ ഒന്ന് ചതച്ച് എടുത്ത് എന്നിട്ട് ഞാൻ ആ തേങ്ങ അരച്ച ജാറ് ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചു. അതിനകത്തെ ആ വെള്ളം കൊണ്ടാണ് ഞാൻ ഈ വെജിറ്റബിൾസ് വേവിക്കുന്നത്. അപ്പം ഞാൻ അതിലേക്ക് ക്യാരറ്റ്, പിന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റും ബീൻസും പച്ചക്കായും പൊട്ടറ്റോവും പിന്നെ ബ്രിഞ്ചാളുമാണ് അതിലേക്ക് ആഡ് ചെയ്യുന്നത് വെജിറ്റബിൾസ്. അപ്പോൾ അതെല്ലാം കൂടി ഞാനൊരു എന്താ പറയുക, ഒരു പാനിലേക്ക് വെച്ചു. ശരിക്കും ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ കടായി ഉണ്ടല്ലോ നല്ല വെയിറ്റുള്ള സാധനമാണ്. ഉരുളി, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഉരുളി എന്നൊക്കെ പറയാമല്ലോ. അപ്പോൾ അതിൽ നന്നായിട്ട് ചൂടാവുന്ന സംഭവമാണ്. ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈയൊക്കെ നല്ലവണ്ണം പൊള്ളും കേട്ടോ. അപ്പോൾ ഞാൻ ഈ വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുത്തു. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെ പാകത്തിനുള്ള ഉപ്പും തേങ്ങ അരച്ചിട്ട് ആ ജാറിൽ വെള്ളം ഒഴിച്ച് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടി ചേർത്ത് കൊടുത്തു. അന്നപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് വെളുത്തുള്ളി ഇതിനകത്ത് ചേർത്തില്ലല്ലോ, വെളുത്തുള്ളി ചേർക്കണമല്ലോ എന്ന്. അപ്പോൾ ഞാൻ എന്നിട്ട് അതിലേക്ക് വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. ഒരു ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ്സ്. അപ്പോഴത്തേക്ക് ആ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റി നന്നായിട്ട് വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി, ഇനി എവിടെയെങ്കിലും അടിയിൽ പിടിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം. അപ്പോൾ അത് എല്ലാം ഒന്ന് ഇളക്കി എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന തേങ്ങയുടെ കൂട്ടും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ വീണ്ടും ഒരു അല്പം വെള്ളം കൂടെ, അല്ലെങ്കിൽ കരിഞ്ഞു പോവില്ലേ, അപ്പോൾ വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് മൂടി വെച്ച് ഒന്നുകൂടെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് അരപ്പൊക്കെ ഒന്ന് ഇളക്കി നമ്മളിനെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഈ മിക്സിങ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാനിതിലേക്ക് ഒരു കപ്പ് തൈരും കൂടി ഒഴിച്ചു കൊടുക്കും. എനിക്ക് അളവൊന്നും കൃത്യമല്ല കേട്ടോ, എൻ്റെ ഇഷ്ടത്തിന് ഞാനങ്ങ് ഉണ്ടാക്കുന്നതേ ഉള്ളൂ. ഇങ്ങനെയല്ല ഉണ്ടാക്കേണ്ടത് എങ്കിൽ അതും പറഞ്ഞു തരാം കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അടുത്ത വ്ളോഗിൽ കാണാം. ബൈ, സീ യു.